Very good evening. Welcome to Magic English and warm welcome to today's session. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഉണ്ട്, ഉണ്ടായിരുന്നു എന്നീ പദങ്ങൾ എങ്ങനെയാണ് ഒരു വാചകത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന സമയത്ത് യൂസേജ് എന്നുള്ളതാണ്. There is ഉണ്ട്, there are ഉണ്ട്, there was ഉണ്ടായിരുന്നു, there were ഉണ്ടായിരുന്നു. അതിനകത്ത് there is എന്ന് പറഞ്ഞാലും there are എന്ന് പറഞ്ഞാലും ഉണ്ട് എന്ന് തന്നെയാണ്. എന്നാൽ there was and there were ഇത് രണ്ടും ഉദ്ദേശിക്കുന്നത് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് there is യൂസ് ചെയ്യുന്നത് സിംഗുലറിന്റെ കൂടെ, ഏകവചനത്തിന്റെ കൂടെയാണ്. there is ഒരു കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ there is വെച്ചിട്ട് ആരംഭിക്കാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടെന്ന് എന്നാണെങ്കിൽ നമുക്ക് there are വെച്ചിട്ട് സംസാരിക്കാവുന്നതാണ്. ഇനി there was ഉണ്ടായിരുന്നു, അത് സിംഗുലർ ആണ്, ഏകവചനാണ്. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവത്തില്ല. ഒരൊറ്റ കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ there was വെച്ചിട്ട് ഒരു വാചകം ആരംഭിക്കാം. there were ആണെന്നുണ്ടെങ്കിൽ പ്ലൂരൽ ആണ്, ബഹുവചനം എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ പരാമർശിക്കാൻ വേണ്ടിയിട്ട് there were. ഇതാണ് പറഞ്ഞിരുന്നത്. പിന്നെ have ഒക്കെ ഉണ്ട് എന്ന് തന്നെയാണ്, had ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷെ അതൊക്കെ ഒരു വാചകത്തിന്റെ സെന്ററിലൊക്കെ ആയിട്ട് വരും, ഇടയിലൊക്കെ ആയിട്ട്. ആരംഭത്തിൽ ഒരു ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉപയോഗിക്കണമെങ്കിൽ there was, there were, there is, there are ഒക്കെ വേണം എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതുപോലെ there is, there was, there are, there were ഒക്കെ ഉപയോഗിക്കുമ്പോഴുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഇന്ന സാധനം ഉണ്ട്, ഇന്ന കാര്യം ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ബാക്കിയും കൂടെ വേണം. എന്ന് വെച്ചാൽ എവിടെ ഉണ്ട് ആ സ്ഥലം കൂടെ പരാമർശിക്കണം. there is a pen on the table, അങ്ങനെ there are many flowers in the garden, അങ്ങനെ ഇന്ന സ്ഥലത്ത് എന്നുകൂടെ പരാമർശിക്കണം. എന്നാൽ മാത്രമേ ഇത് മുഴുവനാവുള്ളൂ. ഇതാണ് പറഞ്ഞിരുന്നത്. ഈ കാര്യങ്ങൾ ക്ലിയർ ആണോ? കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള there is, there are, there was, there were എന്നുള്ള സ്ട്രക്ചറിന്റെ ഒരു ഉദ്ദേശങ്ങളൊക്കെ ഓക്കെ അല്ലേ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ ആണോ? കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കാമോ? am I audible? റെസ്പോണ്ട് ചെയ്താലാണ് നമുക്ക് കേൾക്കാലോ അല്ലെ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ കേൾക്കുന്നതിൽ? കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? അതിന്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണോ? യെസ്, ആരാണ്? ഇതിന് പുസ്തകമൊന്നും വേണ്ടല്ലോ, സ്കൂളത്തെ ക്ലാസ് ഒന്നും അല്ലല്ലോ. ഇതാരൊക്കെ ജോയിൻ ആയിട്ടുള്ള ആളെ പേര് പറയൂ. ഹലോ, വീട്ടില് സംസാരം ഇടയ്ക്ക് കേൾക്കേണ്ടത് ആരാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്? ഓക്കെ, ഫർഹ. ഫർഹ, ഞാൻ പറയുന്നത് കേൾക്കാമോ? ക്ലിയർ ആണോ? ഓക്കെ, ശരി. എനിവേസ്, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് മൂവ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ സെഷനിൽ എടുത്ത കാര്യങ്ങളുടെ തുടർച്ചയാണെന്ന്. അപ്പൊ കഴിഞ്ഞ സെഷൻ കിട്ടാത്ത ആളുകൾ ഉണ്ടാകും. അവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ യൂട്യൂബില് ഷപ്ന ഷാരൂഖ്സ് മാജിക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട്. അതിനകത്ത് പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലൈവ് സെഷൻ പാർട്ട് 1, പാർട്ട് 2 എന്നൊക്കെ പറഞ്ഞിട്ടെ. ഏറ്റവും ലാസ്റ്റിലെ സെഷൻ 10th സെഷനാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഏറ്റവും ലാസ്റ്റ് സെഷൻ അപ്ലോഡിങ് ചെയ്തിട്ടുള്ളത് ഒന്ന് കേട്ട് നോക്കിയാൽ അതിന്റെ തുടർച്ചയാണ് ഇന്നത്തെ സെഷൻ. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു ഉണ്ട്, ഉണ്ടായിരുന്നു എന്നീ വാചക ഘടനകളില് നമ്മൾ ഇത് എങ്ങനെയാ പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അത് സെന്റൻസ് ആക്കുമ്പോ എന്താണെന്നുള്ളത് നമുക്കറിയാം. ഇന്ന സാധനം എന്റെ കയ്യിലുണ്ട്, എനിക്ക് ഇന്നതുണ്ട്, ഇന്ന സ്ഥലത്ത് ഇന്ന കാര്യങ്ങൾ ധാരാളമുണ്ട്, അങ്ങനെയൊക്കെ പറയും. അതിന് പകരം നമുക്ക് ഉണ്ടോ ചോദ്യമാണ്, ഉണ്ടായിരുന്നോ ചോദ്യമാണ് അല്ലെ? നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞത് സെന്റൻസ് ആണ്, ഉത്തരം പറയുന്നത് പോലത്തെ കാര്യങ്ങൾ. ഇന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് അതെങ്ങനെ ചോദ്യമാക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചോദിക്കാം, വാചകം പറയാം, ഞാനൊരു സെന്റൻസ് പറയാം, ആ സെന്റൻസിന്റെ അർത്ഥവും മലയാളത്തിൽ പറഞ്ഞുതരാം. അതെങ്ങനെയാ ചോദ്യമാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് റെസ്പോണ്ട് ചെയ്യണം. എനിവേസ്, ലെറ്റ്സ് മൂവ്. There is a pen on the table. There is a pen on the table എന്ന് വെച്ചാൽ മേശയുടെ മേലെ ഒരു
പേനയുണ്ട് എന്നാണ്. അതൊരു ഉത്തരം പോലെയാണ് അല്ലെ, വാചകമാണ്, സ്റ്റേറ്റ്മെന്റ്, പ്രസ്താവനയാണ്. ഇനി അതിനെ ചോദ്യാക്കണം. അപ്പൊ ചോദ്യാക്കുമ്പോൾ മലയാളത്തിൽ ആലോചിച്ചു നോക്കൂ. ഇനിയാണ് മേശയുടെ മീതെ ഒരു പേന ഉണ്ടോ, അങ്ങനെ ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ There is a pen on the table. is this is not? Aflas. Yes, very good. Aflas. Once again, repeat. There is a pen on the desk, on the table. അങ്ങനെ 2 വട്ടം ഈസ് വരണ്ട. there is എന്ന് പറഞ്ഞാൽ ഉണ്ട്. ഉണ്ടോ എന്ന് ചോദിക്കാൻ നേരെ തിരിച്ചിട്ടാൽ ഈസ് there എന്ന് മാത്രം മതി. പിന്നെ വീണ്ടും ഒരു ഈസ് വരാതെ ശ്രദ്ധിക്കണം, അപ്പൊ തെറ്റിപ്പോ, അല്ലെങ്കിൽ ഓക്കെയാണ്. അതായത് ഈസ് there എന്ന് പറഞ്ഞാൽ ഉണ്ടോ. എങ്ങനെയാണ്? ഈസ് there a pen on the table? മേശയുടെ മേലെ ഒരു പേന ഉണ്ടോ എന്ന് വരും. ഈസ് there a pen on the table? അങ്ങനെ വരും. ഇനി വീണ്ടും ഒരു there is ഉണ്ടല്ലോ എന്നുള്ളത് മനസ്സിൽ കൊടുത്തിട്ട് ഈസ് there is എന്ന് വരരുത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. സിമ്പിൾ ആണ്. there is ഉത്തരാണ്, ഈസ് there ചോദ്യമാണ്. there is ഉണ്ട്, ഈസ് there ഉണ്ടോ. ഇസ് ഇറ്റ് ക്ലിയർ? ഈ പറഞ്ഞ കാര്യം ഓക്കെയാണ് എല്ലാവർക്കും? മനസ്സിലായവർ റെസ്പോണ്ട് ചെയ്യണേ. എന്നാലും മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എന്താ വിചാരിക്കുക, എല്ലാവർക്കും മനസ്സിലാവണോണ്ടാണ് എന്നുള്ളത്. മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ കൺഫർമേഷൻ ആവശ്യം ഉണ്ടെങ്കിൽ വീണ്ടും ചോദിക്കാം. യെസ്, പറഞ്ഞോളൂ. ആ ഓക്കെ ഇസ്മ, ഇപ്പൊ ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ. there is നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ സെഷനിൽ മോൾ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഓർമ്മയുണ്ടോ? മനസ്സിലായിട്ടുണ്ടായിരുന്നോ? അപ്പൊ there is, there are എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? there was, there were എന്നൊക്കെ, ഉണ്ട്, ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാനുള്ളത്. അത് ചോദ്യാക്കലാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അതിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതായത് there is എന്ന് പറഞ്ഞാൽ ഉണ്ട്. ഉണ്ടോ എന്ന് ചോദിക്കാൻ നേരെ തിരിച്ചിടുക. എങ്ങനെയാ? ഈസ് there, ഈസ് there മാത്രമേ ഉള്ളൂ. there is എന്ന് പറഞ്ഞാൽ ഉണ്ട്. അപ്പൊ ഉണ്ടോ എന്ന് ചോദിക്കാൻ ഈസ് there. ഞാനൊരു സെന്റൻസ് പറയാം, പറ്റുന്നവരൊക്കെ മ്യൂട്ട് ഓൺ ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാനൊരു വാചകം പറയാം ആദ്യം. ഞാൻ സെന്റൻസാ പറയുന്നത്, നിങ്ങളത് ചോദ്യാക്കണം. there is a book on the desk. there is a book on the desk. there is a book on the desk. അതായത് ഡെസ്കിന്റെ മേലെ ഒരു ബുക്ക് ഉണ്ട്, ഒരു പുസ്തകം ഉണ്ട് എന്നാണ്. ഇനി നിങ്ങൾ ഡെസ്കിന്റെ മേലെ ഒരു പുസ്തകം ഉണ്ടോ എന്ന് ചോദിക്കണം. ചോദിച്ചോളൂ. Is there a book on the desk? Is there Is there a book and is there a book on the desk? അല്ലെ? വേറെ ബാക്കി പറഞ്ഞ ഭാഗങ്ങളൊക്കെ മറന്നുപോയ സാരില്ല. ഈസ് there, there is ഉണ്ട്, അത് മനസ്സിലേക്ക് ഉറപ്പിച്ചു വെച്ചോളൂ. there is ഉണ്ട്, ഉണ്ടോ എന്നാണെങ്കിൽ തിരിക്കാം. ഈസ് there, ഈസ് there, അത്രേ ഉള്ളൂ. ഉണ്ടോ. അങ്ങനെ അത് നമ്മൾ ഒരു കാര്യം ആയതുകൊണ്ടാണ് there is ഉം ഈസ് there ഒക്കെ ആയത് അല്ലെ. ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കാൻ എന്തായിരിക്കാം? ഗസ് ചെയ്തോളൂ. are there? Very good. Who is this? Idara responded. Afla, very good. When did you come? I didn't notice you. When did you come? ഇപ്പൊ വന്നേ ഉള്ളോ? Yes. Yes, you come just now. Thank you. അപ്പൊ നമ്മള് കഴിഞ്ഞ ആഴ്ചയിലെ സെഷനിൽ അഫ്ല ഉണ്ടായിരുന്നില്ലല്ലോ? ഇല്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് there is, there are, there was, there were എന്നിവയായിരുന്നു. ഒരു വാചകം തുടങ്ങുമ്പോഴേ ഉണ്ട്, ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ there is, there are, there was, there were ഒക്കെയാണ് ഉപയോഗിക്കുക. അതിനെ നമ്മൾ നേരെ അന്ന് കഴിഞ്ഞ സെഷനിൽ പറഞ്ഞത് മുഴുവൻ ഉത്തരം പോലെയാണ്, പ്രസ്താവന പോലെ, സെന്റൻസ് പോലെ. ഇനി നമ്മൾ അതിനെ എന്താക്കണം? ക്വസ്റ്റ്യൻ ആക്കണം. അപ്പൊ എന്താ പറയുന്ന ഘടന ഒന്നും തിരിച്ചിട്ടാ മതി. there is നെ എന്താക്കുന്നു? is there ആക്കുന്നു. അപ്പൊ there are നെ എന്താക്കേണ്ടി വരും? there are there, അത്രേ ഉള്ളൂ. are there തിരിക്കുക. ഇനി ഞാൻ എന്ത് പറയാം, വാചകം പറയാമേ there are വെച്ചിട്ട്. നിങ്ങൾ അത് ചോദ്യാക്കണം കേട്ടോ. എല്ലാരും മൈക്ക് ഓൺ ചെയ്തിട്ട്. തെറ്റിക്കോട്ടെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു ശരിയായിക്കോളും. ശ്രദ്ധിക്കുക.
There are many butterflies in the garden. There are many butterflies. ധാരാളം പൂമ്പാറ്റകൾ എവിടെയുണ്ട്? In the garden. ഗാർഡനിൽ ഉണ്ട്. ഒന്നിൽ കൂടുതൽ ആയതുകൊണ്ട് നമ്മുടെ there isന് പകരം there are ആക്കി. Are there many ആ. butterflies in the garden? butterflies in the garden? Are there many? many വിട്ട് പോണ്ട, കുറെ ഉണ്ടല്ലോ. സെന്റൻസിന്റെ ഘടനയിൽ ഒന്നും ഒഴിവാക്കാതെ അതൊക്കെ എടുക്കണം. നേരെ ഒരു രണ്ട് വാക്ക്, ആദ്യത്തെ രണ്ടെണ്ണം ഒന്ന് തിരിച്ചിട്ടാൽ മതി എന്ന് മാത്രം. Are there many butterflies in the garden? Okay, fine. ഞാൻ ഒരു രണ്ട് സെന്റൻസും കൂടെ പറയാം. നിങ്ങളത് മൈക്ക് ഓൺ ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ആൻസർ പറയും, നിങ്ങളത് ചോദ്യമാക്കാം. ഞാൻ സെന്റൻസ് പറയും, നിങ്ങൾ ക്വസ്റ്റ്യൻ ആക്കാം. There is എന്താ പറയുന്നത്? There is a calendar. There is a calendar on the wall. ചുമരിൽ എന്തുണ്ട്? ഒരു കലണ്ടർ ഉണ്ട്. There is a calendar on the wall. ചോദ്യാക്കിക്കോളൂ. A calendar on the wall. Very good. Is there a calendar on the wall? തിരിച്ചാ മതി, അത്രേ ഉള്ളൂ. Is there a calendar on the wall? കലണ്ടറിൽ എന്തുണ്ടോ? സോറി, ചുമരിൽ കലണ്ടർ ഉണ്ടോ അല്ലെ? തിരിച്ചു. അത് ഒന്നായതുകൊണ്ടാണ് നമ്മൾ there is സെന്റൻസിലും ചോദ്യത്തില് is there ആക്കിയത്. ഈ നോക്കിക്കോളൂ. There are so many stars in the sky. There are so many stars. ധാരാളം നക്ഷത്രങ്ങളുണ്ട് എവിടെ? In the star. പറഞ്ഞോളൂ. Are there so many stars on the sky? Are there so Sky? Are there so many stars in the sky? Correct. Are there are എന്തായി? Are there ആയി. Are there ആവുമ്പോ ചോദ്യാണ്. There are ആണെങ്കിൽ ഉത്തരാണ്. There is there ആകും. There is ഉണ്ട്. Is there ഉണ്ടോ? അതാണ്. There are ഉണ്ട്. അതും ഉണ്ടെന്ന് തന്നെയാണ്, പക്ഷെ ഒന്നിൽ കൂടുതൽ ആകുമ്പോഴാണ് there are. ചോദ്യാക്കുമ്പോ are there ഉണ്ടോ? Is it clear? First portion okay? Yes. Everybody, എല്ലാവർക്കും ഓക്കെ അല്ലേ? Yes. അടുത്ത കാര്യത്തിലേക്ക് മൂവ് ചെയ്യട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പോ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ഇനി ഉണ്ടായിരുന്നു എന്നൊരു വാചകത്തിന്റെ തുടക്കത്തിൽ വരണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞു there was ഉണ്ട്, there were ഉണ്ട്. There was ഉണ്ടായിരുന്നു, there were ഉണ്ടായിരുന്നു. ഇതിനകത്ത് there was എന്ന് പറഞ്ഞാൽ ഏകവചനാണ്. ഒറ്റ കാര്യത്തെ കുറിച്ച് പറയാൻ there was. ഒന്നിൽ കൂടുതലാണെങ്കിൽ there were. ശ്രദ്ധിക്കുക, WHERE വേർ അല്ല, അത് എവിടെ എന്നുള്ള വേറാണ്. ഈ വേർ എന്ന് പറഞ്ഞാൽ വാസിന്റെ പ്ലൂരൽ ആയിട്ടുള്ള അല്ലെ? വാസ് ആയിരുന്നു, വേർ എന്തുവാണ്? വേർ പ്ലൂരൽ ആണ്. അപ്പൊ വേർ എന്ന് പറഞ്ഞാലും ആയിരുന്നു, വാസ് എന്ന് പറഞ്ഞാലും ആയിരുന്നു തന്നെയാണ്. പക്ഷെ ഈ ആയിരുന്നു എന്നുള്ളത് ദേറിന്റെ കൂടെ അങ്ങോട്ട് ചേരുമ്പോഴത്തേക്ക് അർത്ഥം മാറുന്നുണ്ട്, ഉണ്ടായിരുന്നു എന്നാവുന്നുണ്ട്. there was ഉണ്ടായിരുന്നു, there were ഉണ്ടായിരുന്നു. ഇനി നമുക്ക് there was വെച്ചിട്ട് ഞാൻ ഒരു സെന്റൻസ് പറയാം, നിങ്ങൾ അത് ചോദ്യാക്കാം. എളുപ്പമാണ്. നിങ്ങളിപ്പോ നേരത്തെ there is there are ചെയ്ത സെയിം മെത്തേഡ്. ഓക്കെ, അപ്പൊ ഉണ്ടായിരുന്നു എന്നാണല്ലോ. There was a king in the forest. There was a king. ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഇവിടെ in the forest. കാട്ടിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. There was a king. ഞാൻ ചോദിച്ചത് ഫോറസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ജംഗിൾ ആക്കണ്ട. ക്വസ്റ്റ്യൻ എന്താണ്? ഞാൻ എന്താണോ പറഞ്ഞത് അത് വെച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കാം. ജംഗിളും ഫോറസ്റ്റ് ഒക്കെ സെയിം ആണ്, പക്ഷെ what I said in the sentence that's the same thing you have to use in your question also. Okay, അപ്പൊ എന്താണ്? There was a king in the forest. കാട്ടിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എന്താക്കി? There wasനെ was there ആക്കി തിരിച്ചിട്ടു. Was there അർത്ഥം പറയാം.
There was ഉണ്ടായിരുന്നു. Was there ഉണ്ടായിരുന്നോ? ചോദ്യം. ഉണ്ടായിരുന്നോ? കാട്ടിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നോ? Was there a king in the forest? അതാണ് സംഭവം. ഇനി ഒന്നായതുകൊണ്ടാണ് there was. ഒന്നിൽ കൂടുതലാകുമ്പോൾ എന്താണ്? there were ഉണ്ടായിരുന്നു. അർത്ഥം സെയിം ആണ്, പക്ഷെ ഒന്നിൽ കൂടുതലാകുമ്പോൾ there were ആണ്. there were ഉണ്ടായിരുന്നു. അപ്പൊ ഇനി ചോദ്യമാക്കുമ്പോ എങ്ങനെയാ? നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി? നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഞാൻ വാചകം പറയാം, നോക്കിക്കോളൂ. there were a lot of എന്താ വേണ്ടേ? there were a lot of shops. There were a lot of shops in the hypermarket. അല്ലെങ്കിൽ വേണ്ട, in the market മതി. There were a lot of shops. ഒരുപാട് കടകളുണ്ട് ഇവിടെ. in the market, ചന്തയിൽ, ആ ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ഇന്ന ആ പ്ലേസില്, ആ ഒരു വെന്യൂല് ഒരുപാട് എന്തുണ്ട്? ഷോപ്സ് ഉണ്ട്. there was a lot of shops. many കുറയുന്നത് തന്നെയാണ്, ധാരാളം എന്ന് തന്നെയാണ്. so many ധാരാളാണ്, a lot ofും ധാരാളാണ്. ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ഉപയോഗിക്കാം. അപ്പൊ there were many shops in the market, അല്ലെ? Were there many shops in the market? Were there many? Correct. ബാക്കി മറന്നു പോയതുകൊണ്ടാണ്, കുഴപ്പമില്ല. Were there many shops in the market? അല്ലേ? Was there എന്നുള്ളത് പോലെ നമ്മൾ എന്താക്കി? Were there ചോദ്യാക്കി. അപ്പോ there was, ശ്രദ്ധിച്ചോളൂ, listen carefully. There was ഉണ്ടായിരുന്നു. Was there ഉണ്ടായിരുന്നോ? അടുത്തത് there were ഉണ്ടായിരുന്നു. Were there ഉണ്ടായിരുന്നോ? ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടെ പറയാം, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ആൻഡ് അതിനുശേഷം ലീവ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു സംഭവമായിട്ട്, കിഡിലോസ്കി ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാം. നിങ്ങൾ എല്ലാ സൺഡേസിലും സെഷനിൽ കണക്റ്റഡ് ആവാൻ നോക്കാം. അപ്പോഴത്തേക്ക് നല്ല ഇംപ്രൂവ്മെന്റ്സ് വരും കേട്ടോ. വൺസ് അഗൈൻ ഐ ആം സേയിങ്, ശരിക്കും കഴിഞ്ഞ ആഴ്ചയിൽ പങ്കെടുക്കാൻ പറ്റാത്തവരുടെ കൂടെ ശ്രദ്ധയ്ക്ക് വേണ്ടി അതും കൂടെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയാം. ശ്രദ്ധിച്ച് കേട്ടോളൂ. എന്തെങ്കിലും മറന്നു പോകും, കൺഫ്യൂഷൻ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേഗം എഴുതി വെച്ചോളാം. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ഇടയ്ക്ക് എടുത്ത് നോക്കാമല്ലോ, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം. സോ ലിസൺ കെയർഫുള്ളി. വൺസ് അഗൈൻ ഐ ആം സേയിങ്, നമ്മള് കഴിഞ്ഞ സെഷനിലും ഈ സെഷനിലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഉണ്ട്, ഉണ്ടായിരുന്നു, ഇത് രണ്ടും ഒരു വാചകത്തിന്റെ സെന്ററിൽ, ഒരു ഇടയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വേറെ പദമാണ്. എന്നാൽ ഒരു തുടക്കത്തിലാണെങ്കിൽ അതിന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഘടനയുണ്ട്. അതാണ്. അപ്പൊ ആദ്യം നമ്മൾക്ക് ഉണ്ട് എന്ന് പറയാൻ ഹാസും ഹാവും ആണ് ഉപയോഗിക്കുക. ഹാസ് എന്ന് പറഞ്ഞാൽ ഏകവചനാണ്, ഉണ്ട്. ഹാവ് എന്ന് പറഞ്ഞാൽ ബഹുവചനാണ്, ഉണ്ട്. ഇനി ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഹാഡ് ആണ്, HAD, ഹാഡ്. ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഹാഡ് ആണ്. ഈ ഹാസും ഹാവും ഹാഡൊക്കെ ഒരു സെന്റൻസ് നമ്മൾ എഴുതില്ലേ, അല്ലെങ്കിൽ പറയില്ലേ, ആ സമയത്ത് അതിന്റെ സെന്ററിൽ, ഇടയിലൊക്കെയാണ് ചേർക്കുക. അപ്പൊ I have a brother. എനിക്കൊരു സഹോദരൻ ഉണ്ട്. She has a sister. അവൾക്കൊരു സഹോദരി ഉണ്ട്. ഇനി they had a dream. അവർക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് പറയാം. പക്ഷെ അതേ ഉണ്ട്, ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മളൊരു സെന്റൻസിന്റെ തുടക്കത്തിൽ പറയാൻ ഈ ഹാസും ഹാവും ഹാഡും അല്ല ഉപയോഗിക്കുക. അതെന്താണ്? there is, there are, there was, there were. ഇതൊക്കെയാണ്. ഇതിന്റെ അർത്ഥം ഒന്നുകൂടെ പറയാം. there is ഉണ്ട്, there are ഉണ്ട്, there was ഉണ്ടായിരുന്നു, there were ഉണ്ടായിരുന്നു. ഇതിനകത്ത് there isഉം there are ഉണ്ടല്ലോ. there is ഏകവചനത്തിന്റെ കൂടെ, സിംഗുലറിന്റെ കൂടെയാണ് ഉപയോഗിക്കുക. ഒരു കാര്യത്തെ കുറിച്ച് പറയാൻ ആണ് നമ്മൾ there is ഉപയോഗിക്കുക, ഉണ്ട് എന്ന് പറയാം. ഇനി ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ there are ആണ് ഉപയോഗിക്കുക. എന്നാൽ ഒരു കാര്യം മാത്രം ഉണ്ടായിരുന്നു എന്ന് പറയാൻ there was ആണ് ഉപയോഗിക്കുക. ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയാൻ there were ആണ് ഉപയോഗിക്കുക. ഇങ്ങനെ there wasഉം there wereഉം there isഉം there are ഒക്കെ വെച്ച് സംസാരിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ഥലം എവിടെയാന്ന് പറയണം. അല്ലെങ്കിൽ നമുക്ക് എന്താ കഥ, ഇന്ന സാധനം ഉണ്ട്, എവിടെ ഉണ്ട് അല്ലെ, എവിടെ സ്ഥലം കൂടെ നമ്മൾക്ക്
ഒരു പൂർണ്ണത കിട്ടണം. അപ്പോഴേ വാചകം മുഴുവനാവുള്ളൂ. അതായത് അപ്പൊ ചിലപ്പോ ഒരു സെന്റൻസിന്റെ ലാസ്റ്റിൽ ഇൻ ദ ഗാർഡൻ, ഇൻ ദ സ്കൈ, ഓൺ ദ വാൾ, ഇൻ ദ ഷോപ്പ്, ഇൻ ദ പാർക്ക് എന്നൊക്കെ വരും. ചെറിയ മക്കൾക്കൊക്കെ എന്താണ് പിക്ചർ ഡിസ്ക്രിപ്ഷൻസ് വരാറുണ്ടാവും എക്സാമിന്. പരീക്ഷയ്ക്ക് ചിത്രം വന്നിട്ട് സെന്റൻസ് ഉണ്ടാക്കാൻ പറയുമ്പോൾ ഒക്കെ ദിസ് ഈസ് വെച്ച് എഴുതാതെ there is വെച്ചിട്ടും there are വെച്ചിട്ടും എഴുതാൻ ശ്രമിക്കാം. പിന്നെ ചില കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കാൻ. അപ്പൊ നിന്റെ കയ്യിൽ പേന ഉണ്ടോ, പെൻസിൽ ഉണ്ടോ, അല്ലെ, പുസ്തകം ഉണ്ടോ, ഹോംവർക്ക് നീ ചെയ്തിട്ടുണ്ടോ എന്ന് ഒരു സാധനം ഉണ്ടോ എന്ന് ചോദിക്കാനാണ് കൂടുതലായിട്ട് നമ്മൾ ഈസ് ദർ. അല്ലെങ്കിൽ എങ്ങനെയും ചോദിക്കാം, നമുക്ക് ഇന്ന ആൾ ഇവിടെ ഉണ്ടോ, ഇന്ന ടീച്ചർ ഈ റൂമിൽ ഉണ്ടോ, ഈസ് ദർ, അല്ലെങ്കിൽ ഈസ് ദർ ചോക്ക് പീസ്, ഇവിടെ ഒരു എവിടെ, ഈസ് ദർ എ ചോക്ക് പീസ്, ഇവിടെ ഒരു എന്തുണ്ടോ, ചോക്ക് പീസ് ഉണ്ടോ എവിടെ, ഈസ് ദർ എ ചോക്ക് പീസ് ഇൻ ദ ഓഫീസ് റൂം. അങ്ങനെയൊക്കെ ഇന്ന സ്ഥലം കൂടെ പറയുമ്പോഴാണ് സെന്റൻസ് ഫുള്ളാവുക. അങ്ങനെ പറയാതിരുന്നാൽ പകുതിക്ക് ഇട്ട പോലെയോ, നമ്മൾ കോമിട്ട് വെച്ചിട്ട് ബാക്കി എന്തോ പറയാൻ വേണ്ടി വെച്ചിട്ട് പറയാത്ത പോലെയോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. അതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോ. ദർ വാസ് ഉണ്ടായിരുന്നു എന്നാണ്, പക്ഷെ എന്താണ് ഏകവചനാണെന്ന് പറഞ്ഞു. ദർ വാസ് ഉണ്ടായിരുന്നു. ഒരു കാര്യം പറയാൻ ഉണ്ടായിരുന്നു എന്ന് പറയാൻ ദർ വാസ് ആണ്. ഒന്നിൽ കൂടുതലാണെങ്കിൽ ദർ വേർ ആണ് ഉണ്ടായിരുന്നു എന്ന് പറയാം. ഇങ്ങനെയൊക്കെ ഇപ്പൊ ദർ ഈസും ദർ ആറും ദർ വാസും ദർ വേറും ആണ് കഴിഞ്ഞ സെഷനിൽ പഠിച്ചത്. ഈ സംഭവത്തെ ഇതേ സെന്റൻസിന് ഇതിപ്പോ ഉത്തരല്ലേ, വാചകല്ലേ, അത് നേരെ ചോദ്യമാക്കാൻ വേണ്ടി ഒരു പ്രശ്നമില്ല. നേരെ ഒന്നാമത്തതിനെ രണ്ടാമതാക്കി ഇട്ടാൽ മതി, രണ്ടാമത്തതിനെ ഒന്നാമതാക്കി തിരിക്കുക. അപ്പൊ ചോദ്യമായി ദർ ഈസ് എന്താകും, ഈസ് ദർ ആകും, ദർ ആറ് ദർ ആകും, ദർ വാസ് ദർ ആകും, ദർ വേർ ടീച്ചറെ ഓ യെസ് പറഞ്ഞോളൂ. ഈ വാസ് എന്നുള്ള അർത്ഥം ഉണ്ടായിരുന്നു അല്ല, വാസ് ഒറ്റയ്ക്കാണെങ്കിൽ വാസിന്റെയും വേറിന്റെ അർത്ഥം ആയിരുന്നു എന്നാണ്. വാസ് എന്ന് പറഞ്ഞാൽ ആയിരുന്നു, വേർ എന്ന് പറഞ്ഞാൽ ആയിരുന്നു എന്നാണ്. പക്ഷെ ദർ വാസ് എന്ന് വരുമ്പോ അർത്ഥം മാറി. അപ്പൊ അർത്ഥം എന്തായി, ഉണ്ടായിരുന്നു എന്നായി. വാസ് ദർ അല്ല, ദർ വാസ്, ദർ വേർ. അതുപോലെ വാസ് ദറും വേർ ദർ ഒക്കെ ആണെങ്കിൽ ദറിന്റെ കൂടെ വരുമല്ലോ, അപ്പൊ അർത്ഥം മാറ്റം വരുന്നുണ്ട്, ഉണ്ടായിരുന്നു എന്നായിട്ട് മാറുകയാണ്. ഒറ്റയ്ക്ക് വരുമ്പോ ആയിരുന്നു എന്നാണ് കേട്ടോ. ഇസ് ഇറ്റ് ക്ലിയർ ഇസ്മ? ഇസ്മ അല്ലേ ചോദിച്ചത്? അപ്പൊ ഇന്ന് ഞാൻ ഇത്രയാണ് എടുത്തത്. ഈസ് ദർ ആക്കണം. ഉണ്ട്, ദർ ഈസ്. ഉണ്ടോ പറഞ്ഞോളൂ എല്ലാരും. ഈസ് ദർ. അതുപോലെ ഒന്നും പ്ലൂരലാണെങ്കിൽ ഒന്നിൽ കൂടുതലാണെങ്കിൽ ഉണ്ടോ എന്ന് ചോദിക്കാം. ഇനി ഉണ്ടായിരുന്നു എന്ന് ഒരു കാര്യം, ഏകവചനാണെങ്കിൽ ഉണ്ടായിരുന്നു. ചോദ്യമല്ല, ഉത്തര ചോദിച്ചേ. ദർ വാസ് ആണ്. അത് ഉണ്ടായിരുന്നു എന്ന് ഏകവചനത്തിൽ ചോദിക്കണം. ഉണ്ടായിരുന്നോ ചോദ്യം, ഏകവചനം. ഉണ്ടായിരുന്നോ ഏകവചനാണെങ്കിൽ, സിംഗുലർ ആണെങ്കിൽ ചോദ്യം. കേൾക്കുന്നില്ല. നോട്ട് ക്ലിയർ? ഹലോ, വാസ് ദർ ആണ് ഞാൻ ചോദിച്ചത്. ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാ ചോദിക്കുക? കേൾക്കാമോ? ക്ലിയർ ആണോ ഇപ്പോ? ഹലോ, വേറെ ആരെങ്കിലും കൂടെ ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ, കേൾക്കാമോ എന്നുള്ളത്. ഹലോ അഫ്ല, ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കുന്നില്ല. ഇസ്മക്കാണോ കേൾക്കാത്ത? ഫർഹക്ക് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഫർഹക്ക് കേൾക്കുന്നുണ്ട്. അഫ്ലഹന് കേൾക്കുന്നുണ്ട്. വേറെ ആരൊക്കെയാ കണക്റ്റഡ് ആയിട്ടുള്ളത്? ആരെങ്കിലും ഉണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യണേ. കേട്ടോണ്ടിരിക്കരുത്, സംസാരിക്കണം. എന്നാലും നമുക്ക് പറഞ്ഞു ശീലിക്കാൻ പറ്റത്തുള്ളൂ. ഇസ്മ, ബാക്കിയുള്ളവർക്ക് കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഇപ്പൊ ക്ലിയർ ആണോ ഇസ്മ? ഹലോ, ഒന്നും കേൾക്കുന്നില്ല. ഇസ്മ ഒന്ന് ലീവ് ചെയ്തിട്ട് കയറി നോക്ക്. കയറി നോക്കൂ. ബാക്കിയുള്ളവർക്ക് കേൾക്കാന്ന് പറയുന്നു. ഐ എം കണ്ടിന്യൂയിങ്. നമ്മുടെ ക്ലാസ് ഇന്നത്തെ സെഷൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒന്ന് പറഞ്ഞു നോക്കാം അല്ലെ? അപ്പൊ ആദ്യം ആരാ റെസ്പോണ്ട് ചെയ്യുന്നേ? അഫ്ല, ആർ യു റെഡി?
Yes. യെസ് യെസ്. ഇന്നത്തെ സെഷൻ മനസ്സിലായോ? ചോദ്യാക്കാണ്. ഉണ്ടായിരുന്നു, ഉണ്ട്. സോറി, ഉണ്ടായിരുന്നോ, ഉണ്ടോ, ഇങ്ങനെ ചോദ്യാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെന്റൻസിനെ ഉപയോഗപ്പെടുത്തുകയാണ്. ഓക്കെ അല്ലേ? ചോദിക്കട്ടെ. Okay. അപ്പോ ആദ്യം ഒരു സെന്റൻസ് there is വെച്ചിട്ട് പറഞ്ഞോളൂ. there is വെച്ചിട്ട് ഒരു സെന്റൻസ് പറയൂ സ്വന്തമായിട്ട്. there is. കേൾക്കുന്നില്ല. ഇസ്മ കേൾക്കുന്നുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ ഇസ്മയുടെ അവിടുത്തെ റേഞ്ച് ഇഷ്യൂ എന്തെങ്കിലും ആയിരിക്കും. ലീവ് ചെയ്തിട്ട് ഒന്ന് കയറാൻ പറ്റുമോ നോക്കൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. There is a river near to the garden. there is a river. ഒരു എവിടെ പുഴയുണ്ട് എവിടെ? near to the garden. പൂന്തോട്ടത്തിന്റെ അടുത്ത് ഒരു പുഴയുണ്ട് എന്ന് പറഞ്ഞു അല്ലെ? ഇനി അതിനെ തന്നെ ഒന്ന് ചോദ്യാക്കിക്കേ. പൂന്തോട്ടത്തിന്റെ അടുത്ത് ഒരു പുഴയുണ്ടോ ചോദിക്കൂ. Is there a river near to the garden? Is there a river near to the garden? Near the garden. Enough. അത്ര മതിയാകും. അപ്പോ പൂന്തോട്ടത്തിനടുത്തൊരു റിവർ ഉണ്ടോ, പുഴയുണ്ടോ ചോദ്യാക്കിയപ്പോഴത്തേക്ക് ഈസ് there ആയി. എല്ലാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. there is എന്തായി? ഈസ് there ആയി. ഈസ് there ആയി. ഇനി ഒരു there are വെച്ചിട്ട് ഒരു വാചകം, ഒരു സെന്റൻസ്, ഒരു സ്റ്റേറ്റ്മെന്റ് പറയൂ അഫ്ല. there are so many fruits. എവിടെ? There are so many fruits in the market. There are so many fruits. ഒരുപാട് പഴങ്ങളുണ്ട് എവിടെ? ഇൻ ദ മാർക്കറ്റ്. ചന്തയിൽ ധാരാളം പഴങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഇനി ചന്തയിൽ ധാരാളം പഴങ്ങൾ ഉണ്ടോ ചോദിക്കൂ. Are there so many fruits in the market? Are there so many fruits in the market? ചന്തയിൽ ധാരാളം പഴങ്ങൾ ഉണ്ടോ? ഓക്കെയാണ്. അപ്പൊ there is ഉം there are ഉം is there ഉം are there ഉം അല്ലെ? അങ്ങനെ തന്നെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ അഫ്ലഹിന് സെറ്റായി. ഇനി നമുക്ക് there was വെച്ചിട്ടൊരു വാചകം പറഞ്ഞു നോക്കാം അഫ്ല. there was. അഫ്ല ഫിനിഷ് ചെയ്യൂ. ഓരോരുത്തരിലേക്കും വരാം കേട്ടോ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ റെഡി ആയാൽ മതി, വേറെ വിഷയമൊന്നുമില്ല. മിണ്ടാണ്ടിരിക്കരുത്. there was ഒരു സെന്റൻസ് പറയൂ. ഉണ്ടായിരുന്നു എന്നാണ്. there was. There was a house in the city. There was a house in the city. അതായത് പട്ടണത്തിൽ ഒരു വീട് ഉണ്ടായിരുന്നു. പട്ടണത്തിൽ ഒരു വീട് ഉണ്ടായിരുന്നു. ഉത്തരാണ്, സെന്റൻസ് ആണ്. ഇനി അതിനെ ചോദ്യാക്കുമ്പോ പട്ടണത്തിൽ ഒരു വീട് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കണം. ചോദിക്കൂ. Is there a home? No. ഈസ് അല്ല, ഉണ്ടായിരുന്നോ. Was there a house in the city? Was there. There was അല്ലേ നമ്മൾ സെന്റൻസ് പറഞ്ഞത്. അപ്പൊ ഈസ് there എന്ന് ചോദ്യം ഉണ്ടാക്കരുത്. ഉണ്ടായിരുന്നോ എന്ന് പറയാൻ was there തിരിച്ചിട്ടാ മതി. ക്ലിയർ അല്ലേ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. അത് സ്ലിപ്പ് ഓഫ് ദ ടങ് ആണെന്ന് തോന്നുന്നു അല്ലെ? കൺഫ്യൂഷൻ ആയത്. ക്ലിയർ ആയോ ഇപ്പോ? അഫ്ലൈന് മനസ്സിലായിട്ടില്ലേ? ഓക്കെയാണ്. ഓക്കെ. there was എന്ന് നമ്മൾ സെന്റൻസ് പറഞ്ഞു, ഉണ്ടായിരുന്നു. അത് ചോദ്യാക്കാൻ വേണ്ടി പറയുമ്പോൾ നമ്മൾ there isനെയും there areനെയും ഒന്നും പിടിക്കരുത്. സെന്റൻസിൽ ഞാൻ എന്താണോ പറഞ്ഞത് അതിനെ തന്നെ പിടിച്ചു തിരിച്ചിടണം കേട്ടോ. there wasനെ എന്താക്കണം? was there. ഇനി പറഞ്ഞോളൂ once again. was there. Was there a house? Was there a house in the city? അതിലേക്കുള്ള സെന്റൻസ് ഇങ്ങനെ മോൻ പറഞ്ഞത്, അഫ്ലവ് പറഞ്ഞ വാചകം ഇതായിരുന്നു. there was a house in the city. സിറ്റിയിൽ അല്ലെ, പട്ടണത്തിൽ ഒരു എന്താണ് വീട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ചോദ്യാക്കുമ്പോ പട്ടണത്തിൽ ഒരു വീട് ഉണ്ടായിരുന്നോ തിരിക്കണം. അപ്പൊ was there a house in the city? Was there a house in the city എന്ന് ചോദ്യാക്കണം. ക്ലിയർ? Yes. And the last one is there were. ഉണ്ടായിരുന്നു. there were വെച്ചിട്ട് ഒരു സെന്റൻസ് പറയൂ. there were animals in the forest. എന്തോ ഒരു ക്ലാരിറ്റി പോയി. once again can you repeat? there were so many kittens in the home.
There were so many kittens in the home. വീട്ടില് ധാരാളം പൂച്ചക്കുട്ടികൾ ഉണ്ടായിരുന്നു അല്ലെ? അങ്ങനെ തന്നെ അല്ലേ? Yes. Okay, there were many, so many എന്നല്ലേ പറഞ്ഞത്? So many എന്നാ പറഞ്ഞത് അല്ലേ? There were so many kittens in the home. വീട്ടിൽ ധാരാളം പൂച്ചക്കുട്ടികൾ ഉണ്ടായിരുന്നു. ഇനി വീട്ടിൽ ധാരാളം പൂച്ചക്കുട്ടികൾ ഉണ്ടായിരുന്നോ? ചോദ്യാക്കിക്കേ, ഒന്ന് തിരിച്ചിടോ. Were there so many kittens in the home? Were there so many kittens in the home? Were there ഉണ്ടായിരുന്നോ? Were there so many kittens in the home? വീട്ടിൽ ധാരാളം പൂച്ചക്കുട്ടികൾ ഉണ്ടായിരുന്നോ? ഇത്രയുമാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ എടുത്തത്. Is there, are there, was there and were there. Is it clear, Afla? Yes. Okay, thank you. Now you can leave. മറ്റുള്ളവരുടെ എക്സാമ്പിൾസ് കേൾക്കണ വെച്ചാൽ നിൽക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ലീവ് ചെയ്യാം. റെസ്പോണ്ട് ചെയ്യാൻ റെഡിനെസ് ഉള്ളവർ മൈക്ക് ഓൺ ചെയ്യാം, നമുക്ക് സംസാരിക്കാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്. നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് there was, there were, there is, there are, ഇതൊക്കെ സെന്റൻസ് ആയിരുന്നു കഴിഞ്ഞ സെഷനിൽ പറഞ്ഞത്. അതിന് നേരെ നമ്മളിന്ന് ക്വസ്റ്റ്യൻ ആക്കാൻ ഒന്ന് തിരിച്ചിട്ടു, അത്രയേ ഉള്ളൂ. ഈസ് there I, are there I, was there I, were there I. ഇത്രയേ ഉള്ളൂ. ഇത് വെച്ചിട്ട് നമുക്ക് ചോദ്യമാക്കാം. അപ്പോ അത് പറയാൻ വേണ്ടിട്ട് റെഡിനെസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മൈക്ക് ഓൺ ചെയ്തോളൂ. ഇസ്മ ഇപ്പം കേൾക്കാമോ? മോള് ലീവ് ചെയ്ത് തിരിച്ചു വന്ന് നോക്കിയോ? കേൾക്കാമോ? ശരിയായി, ഇപ്പൊ ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ എവിടെയെങ്കിലും മോൾക്ക് മനസ്സിലാവാത്തതുണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടോ? പറഞ്ഞു നോക്കാം അല്ലെ? തെറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം, അതല്ലേ നല്ലത്? ഓക്കെ, ശരി. അപ്പൊ നമുക്ക് there is വെച്ചിട്ട് മോളൊരു സെന്റൻസ് പറഞ്ഞു. സ്വന്തമായിട്ട് ഒരു there is, ഉണ്ട് വെച്ചിട്ട് ഒരു വാചകം ഉണ്ടാകും. There is so many dogs. There is ഒന്ന്, there is ഒന്നാണ്. So many കൊടുക്കരുത്. There is മുന്നില് വീട്ടില് എന്താണോ കാണുന്നത് അതെടുത്ത് പറഞ്ഞു. വീട്ടിന്റെ പെട്ടെന്ന് സെന്റൻസ് ആലോചിക്കുമ്പോൾ കിട്ടാത്തത് എന്താണോ ഫ്രണ്ടില്. there is a cat there in is a my cat. house. There is a cat in my house. എന്റെ വീട്ടിൽ ഒരു പൂച്ചയുണ്ട് അല്ലെ? അതിനി എന്റെ വീട്ടിൽ ഒരു പൂച്ചയുണ്ടോ എന്ന് ചോദിച്ചോളൂ, ക്വസ്റ്റ്യൻ ആക്കൂ. തിരിക്കുക. ഒന്നാണ് തിരി മാറരുത്. അത്രേ ഉള്ളൂ. Is there a cat in my house? Okay, fine. അത്രേ ഉള്ളൂ. Is there a cat in my house? എന്റെ വീട്ടിലൊരു പൂച്ചയുണ്ടോ ചോദ്യായി. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് there are വെച്ചിട്ടൊരു സെന്റൻസ് പറഞ്ഞോളൂ. ഒന്നിൽ കൂടുതലാവുമ്പോ there are ആണ്. ഉണ്ട് എന്നുള്ളത് പറയാൻ there are പറഞ്ഞോളൂ. There are so many dogs. There are so many cats in my house. അതേ സെന്റൻസ് വേണ്ട, വേറെ പറഞ്ഞു. ഡോഗ്സ് തന്നെ ആയിക്കോട്ടെ. There are so many dogs in my house. There are so many dogs in my house. അങ്ങനെ മതിയോ? വേറെ സ്ഥലത്തിനെന്താ ഒരു പേര്? അല്ലെങ്കിൽ ഗാർഡനോ? There are so many dogs in my garden. There are so many dogs in my garden. എന്റെ പൂന്തോട്ടത്തിൽ ധാരാളം നായകൾ ഉണ്ട്. ഓക്കെ, ഇനി എന്റെ പൂന്തോട്ടത്തിൽ ധാരാളം നായകൾ ഉണ്ടോ ചോദിക്കും. Are there so many dogs in my garden? Are there so many dogs in my garden? Are there ഉണ്ടോ? Are there so many dogs in my garden? എന്റെ പൂന്തോട്ടത്തിൽ ധാരാളം നായകൾ ഉണ്ടോ? ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ അത് സെറ്റ്. ഇനി ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ആദ്യം സെന്റൻസ് there was, ഒന്നാണ് there was. there was കൊണ്ട് ഉണ്ടാക്കുക. there was കൊണ്ട് ഒരു സെന്റൻസ് ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ട് ഒരു വാചകം പറഞ്ഞു.
അതിൽ There so was. many കൂട്ടാൻ പറ്റുമോ? ഇല്ല, there was ഉം there is ഒക്കെ ഒന്നാണ്. ഒരു കാര്യം ആ. പറയാനുണ്ട്, അത് ശ്രദ്ധിച്ചാൽ മതി. There ആ. was. There was ഉം. a flower in my pot. There was in my വേണ്ട, ആ മൈ ഒഴിവാക്കിക്കോ. ആ. മൈ കുഴപ്പമൊന്നുമില്ല, in the pot ആയിക്കോട്ടെ, അതല്ലേ നല്ലത്. ആ. ആ. In the pot. There was a flower in the pot. അല്ലെ, കുടത്തിൽ ഒരു പൂവ് ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? സെന്റൻസ് ഓക്കെയാണ്. നമുക്കത് മനസ്സിലായല്ലോ. ഇനി അതിനെ ആ. ക്വസ്റ്റ്യൻ ആക്കുമ്പോ കുടത്തിൽ ഒരു പൂവ് ഉണ്ടായിരുന്നോ ചോദിക്കും. Was there a flower in the pot? Yeah, fine, very good. Was there a flower in the pot? Was there a flower in the pot? എന്താണ്? കുടത്തിൽ ഒരു പൂവ് ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞു. ഇനി there were വെച്ചിട്ട് പറയൂ. there were ഉം there are ഒക്കെ എന്താണ്? ഒന്നിൽ കൂടുതലാണ്. അപ്പൊ മെനിയോ സോമനിയോ ഏലോട്ടോഫോ എന്താ വെച്ചാൽ എടുക്കാം. there were ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അർത്ഥം. പറഞ്ഞോളൂ വാചകം. There were so many books on the table. There were so many books on the table. അല്ലെ, മേശയുടെ മേലെ ധാരാളം പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോ ചോദ്യാക്കുമ്പോ മേശയുടെ മേലെ ധാരാളം പുസ്തകങ്ങൾ ഉണ്ടായിരുന്നോ ചോദിക്കും. Were there so many books on the table? Were there so many books on the table? മേശയുടെ മേലെ ധാരാളം പുസ്തകങ്ങൾ ഉണ്ടായിരുന്നോ? ഇത്രയേ ഉള്ളൂ ക്ലാസ്. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇനി എഴുതി വെച്ച് ഇപ്പൊ ഓർമ്മ കിട്ടും. ഇനി മറക്കും എന്നാണെങ്കിൽ എഴുതി വെച്ചിട്ട് പഠിച്ചാൽ അത് മനസ്സിലാവും. അതൊരു ട്രാക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഇന്നലെയും മീൻസ് ഇന്നലെ അല്ല, കഴിഞ്ഞ ഞായറാഴ്ച ഇന്നും കൂടെ പഠിച്ച കാര്യങ്ങൾ കണക്റ്റഡ് ആണ്. കഴിഞ്ഞ ഞായറാഴ്ച സെന്റൻസ് പഠിച്ചു, ഇന്ന് നമ്മളത് ചോദ്യമാക്കി. അതോടുകൂടെ there is, there are, there was, there were എന്നുള്ള സെന്റൻസ് സ്ട്രക്ചറും അതുപോലെ ചോദ്യമാക്കുമ്പോഴത്തേക്ക് is there, are there, was there, were there ഇത്രയും നമ്മൾ കാര്യങ്ങൾ കവർ ചെയ്തു. അപ്പൊ നമ്മൾ ശരിക്കും ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണിത്. ഇത് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ആവശ്യമുള്ളിടത്തൊക്കെ ഒന്ന് പ്രയോജനപ്പെടുത്തി നോക്കുക, ഒന്ന് പയറ്റി നോക്കുക. പിന്നെ പിക്ചർ ഡിസ്ക്രിപ്ഷൻസിലൊക്കെ കുട്ടികൾക്ക് നന്നായിട്ട് എക്സാംസിന് ഉപയോഗപ്പെടുന്നതാണ് there is ഉം there are. ഈ there was ഉം there were ഉം ഉണ്ടായിരുന്നു എന്നാണ്, കഴിഞ്ഞതാണ്. അതുകൊണ്ട് അത് മിക്കവാറും കഥകളൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഉണ്ടായിരുന്നു എന്നൊക്കെ വെച്ചിട്ട് എഴുതും അല്ലെ. അപ്പൊ there was ഉം there were ഒക്കെ ഉപയോഗിക്കും. ഹാവിന്റെ അർത്ഥം പറഞ്ഞില്ലേ? ഹാവിന്റെ അർത്ഥവും ഹാസിന്റെ അർത്ഥവും ഉണ്ട് തന്നെയാണ്. ഹാവ് ഉണ്ട്, ഹാസ് ഉണ്ട്, ഹാഡ് ഉണ്ടായിരുന്നു. പക്ഷെ അത് സെന്റൻസിന്റെ തുടക്കത്തിൽ വെക്കാൻ പറ്റില്ല, ഇടയിലൊക്കെ പറയൂ അല്ലേ, അതിനാണ് നമ്മൾ അങ്ങനെ അങ്ങനെ. അത് ഹാഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, ഇസ്മയ്ക്ക് ക്ലിയർ ആയല്ലോ അല്ലേ? താങ്ക് യു സോ മച്ച്. യു ക്യാൻ ലീവ് ചെയ്തോളൂ. ഇനി വേറെ ആരെങ്കിലും പറഞ്ഞോളൂ. ഞാനേ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിലൊന്നും ഇല്ലാത്തോണ്ട് മനസ്സിലാവണില്ല. അപ്പൊ ഓക്കെ, അപ്പൊ മോള് ഞാൻ പറഞ്ഞത് വന്നത് ഫർഹയാണോ? അപ്പൊ ഷബ്ന ഷാറൂഖ്സ് മാജിക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലില് സമയം കിട്ടുമ്പോ നോക്കണം. ഷബ്ന ഷാറൂഖ്സ് മാജിക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട്. അതില് ഞാൻ ഒരു പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ സെഷൻസ് ഇല്ലേ, ഇതുവരെ ഫ്രീ സെഷൻസ് കൊടുത്തതില്ലേ, അതിൽ പലത് എല്ലാവരും നമ്മൾ പാർട്ട് 1 ലൈവ് സെഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മാജിക് ഇംഗ്ലീഷ് ലൈവ് സെഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാർട്ട് 1 പാർട്ട് 2 അങ്ങനെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ സെഷൻ ലാസ്റ്റ് എപ്പിസോഡ് 10 ആണെന്ന് തോന്നുന്നു. എപ്പിസോഡ് 10 നമ്മൾ എടുത്ത് നോക്കിയാൽ അത് കഴിഞ്ഞ ആഴ്ചത്തെ സെഷൻ കിട്ടും. പിന്നെ ഇത് വൈകാതെ ഇതും അപ്ലോഡ് ചെയ്യും. അപ്പൊ അതും ഇതും കൂടെ ഒന്നുകൂടെ കേട്ട് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ ക്ലിയർ ആവും. ഓക്കെ, താങ്ക് യു. ഇനി വേറെ ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യാൻ റെഡിനെസ് ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. Anybody is there for responding? Okay, ആരും മുന്നോട്ട് വരുന്നില്ല. എനിവേസ് ഐ തിങ്ക് യു കുഡ് അണ്ടർസ്റ്റാൻഡ്. എനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോ തന്നെ റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ക്ലിയർ ആവും. അത്രയും ക്ലാരിറ്റിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം.
ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കമന്റ് ചെയ്യാം, എൻ്റെ പേഴ്സണൽ മെസ്സേജ് ചെയ്യാം, എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്യാം. ഏത് വിധത്തിലും നമുക്ക് ഞാൻ എടുത്തിട്ടുള്ള ക്ലാസ്സുകളുടെ ക്ലാരിറ്റി തീർച്ചയായിട്ടും ഞാൻ തരുന്നതാണ്. നിങ്ങൾക്ക് ഇതുപോലെ മിണ്ടാണ്ട് കേട്ടോണ്ടിരുന്നാൽ നമുക്കൊക്കെ മനസ്സിലായി എന്ന് തോന്നും, പക്ഷേ റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറായാൽ മാത്രമേ നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റുക. മിസ്റ്റേക്ക് വരുമ്പോഴാണ് തിരുത്താനുള്ള അവസരം ഉണ്ടാവുക. ഒന്നും മിസ്റ്റേക്ക് വരുന്നില്ലെങ്കിൽ തിരുത്താനുള്ള അവസരവും ഉണ്ടാവില്ല എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരെയും. യൂട്യൂബിൽ വാച്ച് ചെയ്യുന്നവരും മാക്സിമം എല്ലാവരിലേക്കും ലിങ്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും ആ രീതിയിലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. മാജിക് ഇംഗ്ലീഷ് ഞാനിങ്ങനെ ഫ്രീ ആയിട്ട് എല്ലാ സൺഡേസിലും 7:30 മുതൽ കൊടുക്കുന്നുണ്ട് സൂം വഴി. അപ്പൊ അതിലേക്ക് കണക്റ്റഡ് ആവാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം. നിങ്ങൾക്ക് എന്നെ നമ്പർ അറിയില്ല, യൂട്യൂബിലാണ് നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കമന്റ് ചെയ്താൽ മതി. എൻ്റെ നമ്പർ ഞാൻ യൂട്യൂബിൽ ടൈപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. Okay, so that's it for today. And thank you all for supporting, and thank you all for attending today's session. Bye. Good night.